സ്നേഹമുള്ളവരെ, ജർമ്മനിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിക്കുകയുണ്ടായി. ഒന്ന്, ജർമ്മൻ മതിൽ തകർന്നതിൻ്റെ ഓർമ്മയായിരുന്നു. രണ്ടാമത്തേത്, നാസികളുടെ ആശയത്തിൻ്റെ കീഴിൽ യഹൂദരുടെ സിനഗോഗുകളും അവരുടെ സ്ഥാപനങ്ങളും വീടുകളുമൊക്കെ തകർത്തതിൻ്റെ വാർഷികം. ജർമ്മൻ മതിൽ അത് സൂചിപ്പിക്കുന്നത് ജർമ്മനിയുടെ രണ്ട് ഭാഗങ്ങളെ ഒരുമിപ്പിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഒക്കെ സൂചനയാണ്, പുതിയ ഒരു ലോകത്തിൻ്റെ. മറ്റതാകട്ടെ വിദ്വേഷത്തിൻ്റെയും നാശത്തിൻ്റെയും വേദനയുടെയും ഒക്കെ സൂചന, ഒക്കെ അടയാളം. ഈ രണ്ട് കാര്യങ്ങളും നമ്മോട് പറയുന്നത് ചില തകർച്ചകൾ നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാം, മറ്റത് നമ്മിൽ നീണ്ടു നിൽക്കുന്ന വേദനയുടെ ഓർമ്മയായിട്ട് അവശേഷിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ യേശുവിൻ്റെ വാക്കുകൾ കേൾക്കുന്നുണ്ട്. വേദനയുടെ കാലമാണ് നമ്മളവിടെ കേൾക്കുന്നത്. യുദ്ധത്തിൻ്റെ, ഭീകരതയുടെ, പ്രകൃതിക്ഷോഭത്തിൻ്റെ, പീഡനങ്ങളുടെ ഒക്കെ കാലം. അവിടെ യേശു പറയുന്നുണ്ട്, സുന്ദരമായിട്ടുള്ള ദേവാലയം കണ്ടിട്ട് കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത ഒരു കാലം വരും. ഇത് കേൾക്കുന്ന മനുഷ്യർക്ക് പലർക്കും അവരിൽ വേദനയും അമർഷവും സങ്കടവുമൊക്കെ ഉണ്ടാകാം. കാരണം ഒരിക്കൽ ഈ ദേവാലയം തകർക്കപ്പെട്ടതായിരുന്നു. സോളമൻ നിർമ്മിച്ച ഒന്നാമത്തെ ദേവാലയം അത് കൽദായർ തകർത്തിരുന്നു. രണ്ടാമത്തെ ദേവാലയം അത് 6-ാം നൂറ്റാണ്ടിൽ പ്രവാസത്തിനു ശേഷം, ബാബിലോൺ പ്രവാസത്തിനു ശേഷം, ക്രിസ്തുവിന് 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ്. പിന്നീട് ഹെറോദേസ് അതിനെ സുന്ദരമാക്കുന്നുണ്ട്. ഈ രണ്ടാമത്തെ ദേവാലയത്തിൻ്റെ മുൻപിൽ നിന്നാണ് യേശു ഈ സംസാരിക്കുന്നത്. അതായത് പറഞ്ഞും കേട്ടും ഈ ദേവാലയം തകർക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, അത് അവരിൽ വലിയ വേദനയാണ് ഉണ്ടാക്കുന്നത്. ദേവാലയം ഇല്ല എന്ന് പറഞ്ഞാൽ ആരാധനയില്ലെന്ന, അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു ജനത, പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്, പ്രത്യാശയില്ലാത്ത ഒരവസ്ഥയാണ് ആ കാലഘട്ടം. ലൂക്കാ സുവിശേഷകൻ തൻ്റെ സുവിശേഷം ക്രോഡീകരിക്കുമ്പോൾ അത് 70-നും 90-നും ഇടയ്ക്ക്, ആ സമയത്ത് അതൊരു പ്രവചനമൊന്നുമായിരുന്നില്ല. കാരണം AD 70 തന്നെ റോമാക്കാർ ഈ രണ്ടാമത്തെ ദേവാലയം തകർത്തിരുന്നു. അതോടൊപ്പം ആദ്യ ക്രിസ്തീയ സഭ അവര് ഈ പീഡനവും വേദനയുമൊക്കെ അനുഭവിക്കുന്നുണ്ട്. അവിടെയാണ് ഈ ചോദ്യം ഉയരുന്നത്, എവിടെയാണ് ദൈവം, എവിടെയാണ് യേശു, തങ്ങളെ രക്ഷിക്കുവാനായിട്ട് അവൻ എപ്പോഴാണ് വരിക? ലുക്കായുടെ സുവിശേഷം, പ്രത്യേകിച്ച് ഈ ഭാഗം, അതിനുള്ള ഉത്തരമാണ്. ലുക്ക തൻ്റെ സുവിശേഷം രചിക്കുന്നത് നാശത്തിൻ്റെ പ്രവാചകൻ എന്ന രീതിയിലല്ല, മറിച്ച് പ്രത്യാശയുടെ പ്രഘോഷകൻ എന്ന രീതിയിലാണ്. ലുക്ക തൻ്റെ സുവിശേഷത്തിലൂടെ എല്ലാവർക്കും പ്രത്യാശ പകരുകയാണ്. യേശുവിലുള്ള വിശ്വാസം അത് നമുക്ക് ചുറ്റുമുള്ള എല്ലാം തകർന്നാലും അത് ശക്തമാണ്. അതോടൊപ്പം യേശു നമ്മോട് പറയുന്നുണ്ട്, ഹൃദയത്തിൽ വിശ്വാസ തീക്ഷ്ണതയില്ലെങ്കിൽ, അല്ലെങ്കിൽ സുന്ദരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമുള്ള ഒരു മതം, അതൊക്കെ സത്യത്തിൽ മരിച്ചതിന് തുല്യമാണ്. ആത്മാവില്ലാത്തതാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്തതാണ്. മലാക്കി പ്രവാചകൻ അതുതന്നെയാണ് ഒന്നാമത്തെ വായനയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദേവാലയം അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ മനുഷ്യർ മറന്നുപോകുന്നു. സ്നേഹമുള്ളവർ, ഇത് പഴയ കഥകളല്ല. ഇന്ന് വളരെ പ്രത്യേകിച്ച് നമ്മുടെ ലോകത്ത് നമ്മൾ കാണുന്ന ഒന്നാണ്. വിശ്വാസം ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു വശത്ത് യുദ്ധത്തിൻ്റെയും വേദനകളുടെയും പീഡനകളുടെയും വാർത്തകൾ. മറ്റൊരു കൂട്ടർ ഈ അവസരങ്ങൾ മുതലെടുത്ത് നാശത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകൾ വിതയ്ക്കുന്നവർ. ഇവിടെ മനുഷ്യർ ചോദിക്കും, എവിടെയാണ് ദൈവം? എന്തുകൊണ്ടാണ് ദൈവം ഇടപെടാത്തത്? സ്നേഹമുള്ളവരെ, ഒന്ന് ഓർക്കുക, നമ്മൾ കെട്ടി ഉയർത്തിയ പല കാര്യങ്ങളും, നമ്മൾ ഉണ്ടാക്കിയ പല സ്ട്രക്ചറുകളും ഒക്കെ നശിക്കപ്പെടാം. അതിനൊക്കെ മാറ്റമുണ്ടാകും.
യേശുവിൻ്റെ പേരിൽ നമ്മൾ ഒത്തിരി വേദനകൾ ഏൽക്കേണ്ടി വരാം. പക്ഷേ യേശു അപ്പോഴൊക്കെ നമ്മോട് പറയും, നമ്മെ വഴിതെറ്റിക്കുവാനായിട്ട് വരുന്നവരിൽ വിശ്വാസം അർപ്പിക്കാതിരിക്കുക. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക. ഹൃദയം പൂർണ്ണമായിട്ട് അർപ്പിക്കുക. യേശു തീർച്ചയായിട്ടും അവസാനത്തെപ്പറ്റി, നാശത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരിക്കലും പ്രത്യാശ ഇല്ലാത്ത അവസാനമല്ല. യേശു പ്രഘോഷിക്കുന്നത് രക്ഷയാണ്. പൂർണ്ണമായിട്ടുള്ള രക്ഷ. ദൈവം എല്ലാം പുതിയതായി സൃഷ്ടിക്കുന്ന രണ്ടാം സൃഷ്ടിയുടെ ഒരു പ്രഘോഷണം. അതിന് പല പഴയ കാര്യങ്ങളും ഇല്ലാതെ ആകേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ഒരു വിശ്വാസത്തിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്താം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.